ഹായ് ഓൾ, ഇറ്റ്സ് വെനസ്ഡേ മോർണിംഗ്. മെനഞ്ഞാന്ന് രാത്രി കിടന്നപ്പോൾ ഇന്നലെ രാവിലെ അടക്കത്തിന് പോകാനുള്ളതുകൊണ്ടും സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ടും 5:30 അടിക്കുന്ന അലാം ഞാനൊന്ന് മാറ്റിയിട്ട് അതൊരു 6:30യിലേക്ക് സെറ്റ് ചെയ്തിരുന്നു. ആക്ച്വലി ഞാൻ ചെയ്യേണ്ടിയിരുന്നത് 5:30യിലെ അലാം ഒരു ദിവസത്തേക്ക് സ്കിപ്പ് കൊടുത്തിട്ട് 6:30ക്ക് വേറൊരു അലാം സെറ്റ് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. എണീറ്റ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ നേരമൊക്കെ നല്ല വെളുത്തിരിക്കുന്നു. അപ്പോഴാണ് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കാര്യം പിടികിട്ടി. 5:30യുടെ അലാമാണ് ഞാൻ എടുത്ത് ചേഞ്ച് ചെയ്തത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നത് ചെയ്യണം, ലഞ്ച് ഇന്നതൊക്കെ ഉണ്ടാക്കണം, ഇത്രയൊക്കെ അരിഞ്ഞ് വെക്കണം എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ നേരത്തെ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യും. എൻ്റെ പ്ലാൻ പ്രകാരം ഇന്ന് ചിക്കൻ കറിയും പച്ചക്ക മെഴുക്ക് പുരട്ടിയും ഒക്കെയായിരുന്നു. സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ആലോചിച്ച് തലപുകച്ചിരുന്നാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ വെച്ച ചോറ് കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അലൻ ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് അത് മതിയാവും. ഗോതമ്പ് മാവ് അമ്മ പൊടിപ്പിച്ചത് ഇവിടെ ബക്കറ്റ് കണക്കിന് ഇരിക്കുവാണല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും അമ്മയും ഗോതമ്പ് പുട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളും. ഞങ്ങൾക്കങ്ങനെ ഇന്നത് വേണം എന്നൊന്നുമില്ല. പിന്നെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ കുക്കുവിന് എന്ത് ലഞ്ചിന് കൊടുത്തു വിടുമെന്നാണ്. ചോറെന്തായാലും അവനും കൂടെ എടുക്കാൻ കാണില്ല. അപ്പോൾ പിന്നെ കൈമാരി ഇരിക്കുന്നതെടുത്ത് അവന് വേണ്ടി മാത്രമായിട്ട് 2 പിടിയിട്ട് അതിലേക്ക് 2 കാടമുട്ടയും കൂടിയിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. പുട്ടുണ്ടാക്കിയത് കുറച്ച് അധികമായിപ്പോയി എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പോരാത്തതിന് ഉച്ചയ്ക്ക് നല്ലപോലെ ലഞ്ച് കഴിക്കാനായിട്ട് ഞാനും അമ്മയൊന്നും അധികം കഴിച്ചിട്ടുമില്ലായിരുന്നു. ആ പുട്ട് ഉണങ്ങി വരണ്ട് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പക്ഷേ അത് ഇന്നത്തെ പുട്ടാക്കി എടുക്കാനായിട്ട് ഒരു ഐഡിയ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. കടലക്കറിയും കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ട്. കടലക്കറി തികയുമായിരിക്കണം. പിന്നെ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ടിനായിട്ട് കുറച്ച് മീനച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇട്ട് വെച്ച മീനച്ചാർ ഇതുവരെ കുപ്പിയിലേക്ക് ആക്കിയിട്ടില്ല. അതും തന്നെ എടുത്തെടുത്ത് ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുപ്പിയിലേക്ക് ആക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു ദിവസത്തിനുള്ളിൽ സംഭവം കഴിയുകയും ചെയ്യും. പുട്ടും മീനച്ചാറും പിന്നെ ബോളും മീനച്ചാറും ചപ്പാത്തിയും മീനച്ചാറും ചോറും മീനച്ചാറും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ മെനു. പുട്ടിപ്പോൾ ഉണ്ടാക്കിയതുപോലെ ഇരിക്കാനായിട്ട് തിരികെ കുറ്റി കയറ്റി ഒന്ന് സ്റ്റീം ചെയ്യാമെന്ന് കരുതി പുട്ടുകുടം വെച്ചപ്പോഴേക്ക് വെള്ളം തീർന്നിരുന്നു. പിന്നെ മോട്ടറൊക്കെ ഇട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ട് പുട്ടുകുടത്തിൽ വെള്ളമൊക്കെ എടുത്ത് ഇന്നത്തെ കുക്കിംഗ് പരിപാടികൾ ഞാനിവിടെ തുടങ്ങുവാണ്. ചോറ് ഞാൻ വെക്കുമ്പോൾ ചോറ് മാത്രമായിട്ട് കൈമാരിയോ പച്ചരിയോ റേഷനരിയോ ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കർ എടുക്കാറില്ല. ഇതാകുമ്പോൾ അടച്ചിടാൻ എളുപ്പമാണ്. സൈഡിൽ 2 ക്ലിപ്പ് ഇട്ടിട്ട് ഇത് സിങ്കിലാണ് ഞാൻ അടച്ചിടുന്നത്. ഇന്നലെ രാവിലെ അടക്കത്തിനൊക്കെ പോയി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചും കഴിഞ്ഞിട്ടാണ് ഫോണിൽ അപ്ഡേറ്റ്സ് ഒക്കെ കാണുന്നത്. അതുവരെ സത്യം പറഞ്ഞാൽ വയനാട്ടിലെ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറി നോക്കിയപ്പോൾ രാവിലെ 6 പേരായി, 9 പേരായി, 15 പേരായി. മരണസംഖ്യ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് അതിൽ ഓരോ മെസ്സേജും പിന്നെ വന്ന മെസ്സേജസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് മൈൻഡ് ഒരുമാതിരിയായി, ഡിസ്റ്റർബ്ഡായി. ഞാനൊരു എന്താ പറയുക, ഐ എം എ വെരി എമ്പത്തറ്റിക് പേഴ്സൺ. എനിക്ക് ഈ സിമ്പത്തൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഭയങ്കരമായിട്ട് എമ്പത്തൈസ് ചെയ്യും. പിന്നെ അങ്ങോട്ട് എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞും വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ ഇതൊന്നും പോയി കാണരുത് എന്ന് വിചാരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ഭയങ്കരമായിട്ട് ഞാൻ അപ്സെറ്റ് ആവും. പക്ഷേ പിന്നെയും ഞാൻ പോയി ഈ ന്യൂസിൻ്റെ അപ്ഡേറ്റ്സ് തന്നെ എടുത്ത് കാണും. കുറച്ച് ദിവസം മുന്നേ വരെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടിയോന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ അർജുൻ്റെ കാര്യത്തിലുള്ള ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാഫ് റൂമിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നത് പ്ലേ ചെയ്ത് ഇടുകയും ചെയ്യും വലിയ വോളിയത്തിൽ. അപ്പോൾ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്തായി മിസ്സെന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ അത് തന്നെ നമുക്ക് ഹോപ്പൊക്കെ നഷ്ടപ്പെട്ട് അതിന്നൊന്ന് റിലീവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അടുത്തത്. ഇന്നലെ സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആലോചിച്ച് തല പുകച്ചിട്ട് എനിക്ക് ആരുടെടുത്തും അങ്ങനെ മിണ്ടാനോ ഒന്നിനും ഒരു മൂഡില്ലാത്തൊരവസ്ഥയായി. പിന്നെ നല്ല ടയേർഡുമായിരുന്നു. ഈ അടക്കത്തിനൊക്കെ പോയിട്ട് അങ്ങനെ എപ്പോഴും നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്നല്ല, കിട്ടിയില്ല. നമ്മൾ അങ്ങനെ പോയി നമ്മുടെ കംഫർട്ട് സോൺ അല്ലല്ലോ. അതുകൊണ്ട് മാറി അവിടെ എവിടെയും നിൽക്കുക അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ നല്ല ടയേർഡുമായി. പിന്നെ ഈ ഒരു കാര്യമാണെങ്കിൽ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ബിഫോർ ദാറ്റ് സിമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അയ്യോ അവർക്കിങ്ങനെ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കും, അവരെങ്ങനെ സഹിക്കും എന്നൊക്കെ. ബട്ട് എമ്പതി ഈസ് അതിൻ്റെ കുറച്ചുകൂടി എക്സ്ട്രീം വേർഷനാണ്. അയ്യോ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണ്. ഇതിന് മുമ്പ് എനിക്ക് ഇതുപോലെ വന്നത് തമിഴ്നാട്ടിൽ ഒരു കുഞ്ഞ് കുഴൽക്കിണറിൽ വീണപ്പോഴാണ്. അതിൻ്റെ ആദ്യമൊക്കെ ആ വീണ സമയത്ത് പിന്നെ അമ്മ കുഞ്ഞിനോട് സംസാരിക്കുന്ന ക്ലിപ്സ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ കുഞ്ഞിനെ വെളിയിലെടുക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ ഫേസൊക്കെ കാണാം. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവായിട്ടുള്ള ഫാമിലി ഒന്നും അല്ലായിരുന്നു അവരുടെ. ഇപ്പോൾ അർജുൻ്റെ എന്ന് വെച്ചാൽ ഈ കേസ് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും അർജുൻ്റെ ഫേസ് കണ്ടു, ഫാമിലിയെ കണ്ടു, പോസ്റ്റും ഇൻസ്റ്റാഗ്രാം FB പോസ്റ്റും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആ കുഞ്ഞിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് ആ വീഡിയോയിലെല്ലാം കുനിഞ്ഞ് കുഴിയിലിരിക്കുന്ന ആ ഹെഡിൻ്റെ ഒരു പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിൽ ഞാൻ ആ കണ്ട വീഡിയോയിലാണെങ്കിൽ അമ്മ അതിനോട് സംസാരിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ ഒക്കെയാണ് കാണുകയും ചെയ്തത്. പിന്നെ എനിക്ക് ഞാൻ എമ്പത്തൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആ അമ്മയാവും പിന്നങ്ങ്, അല്ലെങ്കിൽ ഞാൻ അതിലൊരാളാവും. എന്നിട്ട് അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും എന്നാണ് പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ. ഇപ്പോൾ ഈ ഒരു കേസിലും എനിക്ക് അങ്ങനെ തന്നെയാണ്. ആ ടൈമിൽ കുഞ്ഞു കുഴൽക്കിണറിൽ വീണ ടൈമിൽ
ഞാൻ കിങ്സ് സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അപ്സെറ്റായിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സ് വന്ന് എൻ്റെ അടുത്ത് കാര്യം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കരയുമായിരുന്നു. മിസ്സേ ഇനി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു. പിന്നെ അവർ ഏതോ ഫേക്ക് ന്യൂസൊക്കെ കാണിച്ച് ഞാനൊന്ന് ഓക്കെ ആവട്ടെ എന്ന് കരുതിയിട്ട് എടാ കിട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. പക്ഷേ എന്നാലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഓടി വന്ന് ഗൂഗിൾ ചെയ്യും. അപ്പോൾ എനിക്കറിയാമല്ലോ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന്. എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 ആഴ്ച എടുത്തു എനിക്ക് അതിൽ ഒന്ന് ഞാൻ പുറത്ത് വരാനായിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഇരുട്ടത്ത് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഞാൻ കിടക്കുമ്പോൾ ഞാൻ ആ മോനാവും. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, അയ്യോ ആ കുഞ്ഞ് ഈ ഇരുട്ടത്തിരുന്നിട്ട് എന്ത് ചിന്തിച്ച് കാണും. അതും തീരെ കുഞ്ഞൊരു കൊച്ചായിരുന്നു. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അന്ന് കുക്കു മാത്രമേ ഉള്ളൂ. കുക്കു ആണെങ്കിൽ കുക്കു അവിടെ നിന്ന് എന്ത് ചിന്തിച്ച് കാണും. അമ്മ ഇപ്പോൾ വരും, ആ അമ്മയുടെ വോയിസ് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ കണ്ടോ എനിക്കത്, ഞാൻ ആ 2.5 വീക്സ് എടുത്ത് അതൊന്ന് പുറത്ത് വന്നെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അന്ന് സംഭവിച്ചത്. അന്നത്തെ എൻ്റെ സ്കൂൾ ലൈഫിനെയും ഫാമിലി ലൈഫിനെയും ഒക്കെ അത് ബാധിച്ചിരുന്നു. കാരണം സ്കൂളിൽ ഞാൻ ആരുടെയും മുഖത്ത് നോക്കി ചിരിക്കത്തില്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എനിക്ക് അവിടെ ഒരു ക്ലോസ് ഫ്രണ്ടുണ്ട്, ലെനി മിസ് എന്ന് പറയുന്നത്. ഞാൻ നെന്നി നിനോഷ് എന്നൊക്കെ കളിയാക്കി പറയും. പുള്ളിക്കാരിക്ക് അറിയാം ഞാൻ ഇങ്ങനൊരു ടൈപ്പാണെന്ന് അറിയാം. അതുകൊണ്ട് ഷീൽ ഹാൻഡിൽ ഇറ്റ്. ബാക്കിയുള്ളവരൊക്കെ ചില സമയത്ത് ഇങ്ങനെ വിചാരിക്കും ഞാൻ ഭയങ്കര എന്തോ ജാട കാണിക്കുന്നെന്നോ ഷോ കാണിക്കുന്നെന്നോ ഒക്കെ. പക്ഷെ അങ്ങനല്ല കേട്ടോ, എനിക്കത് പറ്റത്തില്ല. ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് വരത്തില്ല. ആ കുഴിയിൽ വീണ കുഞ്ഞിൻ്റെ കൂടെ ഞാനും അങ്ങ് ഇരിക്കാൻ തുടങ്ങും അവിടെ. ഇപ്പോൾ ഈ വയനാടിൻ്റെ ഒരു കേസസൊക്കെ വന്നപ്പോഴും ഞാൻ പേർപ്പസ്ഫുള്ളി FBയിലൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ ഞാൻ അവസാനം ഹൈഡ് ഫ്രം മീ കൊടുത്തു. ബിക്കോസ് എനിക്ക് പറ്റുന്നില്ല, എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉറങ്ങിയ പോലെ, അയ്യോ ഇന്നലെ ഈ സമയത്ത് നമ്മൾ കഴിച്ചപ്പോൾ അവരും ഫുഡ് കഴിച്ചു, നമ്മൾ ഉറങ്ങിയപ്പോൾ അവരെല്ലാവരും ഉറങ്ങി, പക്ഷെ ഇന്ന് അവരൊന്നും ഇല്ല. എനിക്ക് പറ്റുന്നില്ല അതിപ്പോഴും. നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. മാസിൽ വെള്ളമുണ്ടോ, അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ, നമുക്ക് ചൊവ്വയിൽ സ്ഥലം എടുക്കണോ, ഇതൊക്കെ ഒന്ന് വിട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, ലൈക്ക് ആ ലാൻഡ്സ്കേപ്പ് സ്റ്റേബിൾ അല്ലാണ്ടാവുന്നു. ഒരു കുന്നാണ് ഇടിഞ്ഞ് വന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഈ വെള്ളം ഇറങ്ങിയിട്ട് അത് അൺസ്റ്റേബിൾ ആവുന്നു എന്നുള്ള ഈ ലൈറ്റ്നിങ് ഡിറ്റക്ടറൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ചാൽ അതിലൊരു ബീപ്പ് അടിക്കാനോ അല്ലെങ്കിൽ സിഗ്നൽ പോവാനോ ഒരു റെഡ് ലൈറ്റ് കത്താനോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ടൈം നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ എനിക്ക് പോയിരുന്നത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർ ഇതിനൊക്കെ കൂടെ കുറച്ചുകൂടെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഈ കുട്ടികൾ കുഴൽക്കിണർ വീഴുന്നതും അതും ഇതുപോലെ തന്നെയാണ്. അതിനും ഇതുവരെ ഒരു എക്യുപ്മെൻറ്റ് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. ആ ഒരു ടൈമിൽ ആ ഒരു ഡെത്ത് കഴിഞ്ഞപ്പോഴേക്ക് അത് പിന്നെ ആ ബോഡി റിക്കവർ ചെയ്തതാണെങ്കിൽ അവരെന്തോ ഇട്ട് കൊളുത്തി പീസസ് ആയിട്ട് എങ്ങാണ്ടാണ് പുറത്തെടുത്തത്. ബിക്കോസ് അല്ലാതെ അത് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള, കുഞ്ഞ് മരിച്ചിരുന്നു അപ്പോഴത്തേക്ക്. അങ്ങനെ 2-3 ഡേയ്സിന് അപ്പുറത്തേക്കൊന്നും അതിലേക്ക് മണ്ണിടിയാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ ഹോപ്പ് പോയി എന്ന് ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ പറയുന്നത് ഞാൻ അന്ന് കേട്ടിരുന്നു. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു 2-3 ദിവസത്തേക്ക് ഭയങ്കര പോസ്റ്റും റീൽസും ഒക്കെ വരും. ഈ പറയുന്ന ഞാൻ പോലും അത് വിടും. കാരണം എന്നെ സംബന്ധിച്ച് ഞാനതിന്ന് റിക്കവർ ആവുന്നതാണ്. പക്ഷേ ഇങ്ങനെ കുറേ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഒരു സുനാമി വന്ന് ഒരിടത്ത് കടൽ കയറിയാൽ ഇനി വേവ്സ് പൊങ്ങുമ്പോൾ ഇങ്ങനെ കാണിക്കാനുള്ള ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ആനിമേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടൻസ് നമ്മുടെ മുന്നിൽ വരും. പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് വന്നോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പിന്നീട് അറിയത്തില്ല. ഈ കുഞ്ഞ് വീണ് കഴിഞ്ഞപ്പോഴും ഞാൻ കുറേ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ഒരു എക്യുപ്മെൻ്റ് ഇങ്ങനെ താഴോട്ട് പോകുന്നു, അതിന്നൊരു കുഞ്ഞിൻ്റെ കാലിന് താഴെ എത്തുമ്പോഴത്തേക്ക് ഒരു ബേസ് ഇങ്ങനെ നീണ്ടു വരുന്നു, കുഞ്ഞിൻ്റെ കാലിലോട്ട് അതാവുന്നു, പിന്നെ മേളിലോട്ട് കുഞ്ഞോട് അത് കയറി വരുന്നു എന്നൊക്കെ. പക്ഷേ ഈ എക്യുപ്മെൻ്റൊക്കെ ഇപ്പോൾ നിലവിൽ വന്നോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഇതിന്ന് എപ്പോഴാണ് ഞാൻ കരകയറാൻ പോകുന്നതെന്നും എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പം ഇൻറ്റൻഷനലി ഞാൻ ന്യൂസ് കാണാതിരിക്കുവാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഹേർട്ടിങ് മീ. എനിക്ക് പറ്റുന്നില്ല, അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല. സോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഐ എം എൻ എമ്പത്തറ്റിക് പേഴ്സൺ. ഞാനിപ്പോൾ ഒരാളുമായിട്ട് അടി കൂടിയാൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ അയാളോട് ചെന്ന്, ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പിന്നീട് സംസാരിക്കാനൊരു അവസരം ഉണ്ടായാൽ ഞാൻ ആദ്യം അയാൾ എന്നോട് ചെയ്ത അതേ കാര്യങ്ങൾ തിരിച്ച് ഞാൻ ഇമ്പേഴ്സണേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ എൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലോ, അല്ലെങ്കിൽ നീ ഇതിങ്ങനെ ചെയ്തത് ഞാനിങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ വന്നത് ഇങ്ങനെ പറഞ്ഞെങ്കിലോ, ഞാൻ അതിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തെങ്കിലോ, അപ്പോൾ നിനക്കെന്തോ തോന്നും. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. എല്ലാ ആൾക്കാരോടും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഒരു വിഷമം പറഞ്ഞാലും, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും, ഇപ്പോൾ മദർ ഇൻ ലോ ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ് പറയുന്നതെങ്കിൽ ഞാൻ നേരെ തിരിച്ച് പറയും, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പുള്ളിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ അതൊരു
എനിക്കറിയത്തില്ല അതൊരു നല്ല ക്വാളിറ്റിയാണോ ചീത്ത ക്വാളിറ്റിയാണോ എന്ന്. പക്ഷേ എന്തായാലും എനിക്കത് പലപ്പോഴും ഒരു ഭാരമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ നിൽക്കുന്നത്. ആരുടെയെങ്കിലുമൊക്കെ തലയിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ബുദ്ധി ഉദിച്ചിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ലെറ്റ്സ് ഹോപ്പ്. അല്ലാതെ എന്ത് പറയാനാ. അപ്പോൾ എൻ്റെ ഈ സങ്കടം പറച്ചിലിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പുട്ടിന് കുറച്ച് കടലക്കറി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് സവാള ഇട്ട് വഴറ്റി അതിലേക്ക് അരിഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും തേച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചക്ക ഇട്ട് വഴറ്റി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു പച്ചക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് കുറച്ച് പീസസ് ആക്കി വെച്ചു. 2 കാടമുട്ടയും പിന്നെ ഗ്രേവി ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കേട് ഉപ്പിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. കുക്കു സാറിൻ്റെ ലഞ്ച് റെഡിയാക്കി സ്നാക്സും എടുത്ത് വെച്ചു. നിലുവിനുള്ള ബനാനയും നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ പുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുറ്റിയിലോട്ട് ഒരു ബനാനയും കൂടെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ അങ്ങ് സ്റ്റീം ചെയ്തെടുക്കുവാണ്. മിക്കവാറും അവൻ പോയി ലില്ലിയംസിൻ്റെ വീട്ടിൽ നിന്ന് വല്ല ദോശയപ്പവും ഒക്കെ കഴിക്കും. എന്നാലും അമ്മയ്ക്ക് ഇടയ്ക്ക് അവനെ കൊടുക്കണമെങ്കിൽ എടുത്ത് കൊടുക്കാമല്ലോ. അങ്ങനെ എന്തായാലും ഇന്നലെ ഇത്രയും സാധനങ്ങൾ ബാക്കി ഇരുന്നതുകൊണ്ട് ഇവിടുത്തെ ഇന്നത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. 7 മണിക്ക് എണീറ്റിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്. പിന്നെ വല്ലതും ഓർഡർ ചെയ്യേണ്ടി വന്നേനെ. അമ്മ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഓർഡറിങ്ങും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ വളരെ കുറവാണ്. അമ്മ നല്ല തെറിയും പറയും. പിന്നെ പോയി ലില്ലിയംസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് എനിക്ക് അവിടെ നിന്നും കിട്ടും പട്ടുമുളയും. പണിയൊക്കെ തീർത്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഇനി വേണം കുക്കു സാറിനെ വിളിച്ച് എണീപ്പിക്കാനായിട്ട്. മലയാളം കോമ്പസിഷൻ ഉണ്ട്, റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒട്ടും എണീക്കില്ല. അതെന്താണെന്ന് അറിയത്തില്ല. അവൻ്റെ കോമ്പസിഷനിൽ ആദ്യത്തെ സെൻറ്റൻസ് കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്നാണ്. അവൻ കേരളീയരുടെ ദേശീയ പുഷ്പമാണ് ഓണം എന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുക്കുവിനെ എണീപ്പിച്ച് ബ്രഷ് ചെയ്യാൻ നിർത്തിയിട്ട് വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു. മഴ ഇങ്ങെത്തി. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് രാവിലെയും വൈകിട്ടും സ്കൂൾ ടൈമിൽ മഴ പെയ്യും. ഇന്ന് കൊല്ലത്തിനും ട്രിവാൻഡ്രത്തിനും മാത്രമാണ് അവധിയില്ലാത്തത്. അത് മഴയായതുകൊണ്ട് അവധി വേണം എന്നുള്ളത് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളെല്ലാവരും ഇനി സ്കൂളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 2 മണി അടുപ്പിച്ച് ഒരു മെസ്സേജ് വരും. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്, സേഫായിട്ടിരിക്കുക എന്നും പറഞ്ഞിട്ട്. ഈ ഇത്രയും കുട്ടികളെയും സ്റ്റാഫിനെയൊക്കെ സ്കൂളിൽ എത്തിച്ചിട്ട് സേഫായിട്ടിരിക്കുക, കാറ്റടിക്കാൻ പോകണമെന്നൊക്കെ മെസ്സേജ് അയക്കുന്നതുകൊണ്ട് എന്ത് പ്രത്യേകിച്ച് ഉണ്ടാവാനാ. കുക്കു സാർ അങ്ങനെ എന്തായാലും 2 സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. ഒരു വേർഡ് മാത്രം തെറ്റും. ആഘോഷിക്കുന്നത്, അതിൻ്റെ ഖോ, അത് മേഘത്തിൻ്റെ ഖ വരുന്നിടത്ത് അവന് തെറ്റും. ഞാൻ പിന്നെ അധികം പ്രഷറൈസ് ചെയ്യാൻ പോയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ക്ലാസ് ടെസ്റ്റ് അല്ലേ കുക്കു, തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ എന്ന്. ഉടനെ പറയാം അമ്മ പേടിക്കേണ്ട, അത് ഞാൻ കോപ്പി അടിച്ച് എഴുതിക്കോളാം എന്ന്. അങ്ങനെയൊന്നും ചെയ്യരുത് കുക്കു എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാലും അറിയാമല്ലോ, നമ്മളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് വന്നവരാണല്ലോ. ഇന്നിങ്ങനെ പറയാൻ ഒരുപാടുള്ളത് കൊണ്ട് കുരിശടിയിലെ പാട്ടൊന്നും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റിയില്ല. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. ഈ ആംഗിളിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്പുറത്തൂടെ വന്ന് ഈ ഫോൺ എടുത്തുകൊണ്ട് പോകാറാണ് കേട്ടോ പതിവ്. ഫോൺ എടുക്കാൻ വന്നപ്പോൾ ഒരു മുട്ട്. അന്ന് പൂ വന്നതിൽ പിന്നെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് മുട്ട് വിരിഞ്ഞിരിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നപ്പോൾ അത് പൂവായിരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.